എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കണവയാണ്. അപ്പൊ കണവ വെച്ച് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് കണവ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ കണവ ക്ലീൻ ചെയ്യുന്നത് ഞാനല്ല, മമ്മിയാണ്. കാരണം എനിക്ക് ക്ലീൻ ചെയ്യാൻ അത്ര അറിയില്ല. അപ്പൊ കണവയൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള കണവ തോരൻ വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നല്ല അടിപൊളി കണവ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ മമ്മി ദാ ഇവിടെ കണവയൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് ഇന്ന് നമ്മൾ കണവ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. നമുക്ക് ചുമന്നുള്ളി വേണം, ചുമന്നുള്ളി കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കുരുമുളകാണ്. കുരുമുളക് കുറച്ച് കൂടുതൽ ഇടണം, എന്നാൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുന്നു. നമുക്ക് തേങ്ങ, നല്ലപോലെ തേങ്ങ വേണം. പിന്നെ എന്ന് പറയുന്നത് ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും ഒക്കെ വേണം. അപ്പൊ ഇതൊക്കെ ചതച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്ന് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആദ്യം മമ്മി മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ. മമ്മി എങ്ങനെയാ മമ്മി കണവ മീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇതിന്റെ മുകളിലെ തൈ തൊലി ഉണ്ട് ചുമന്ന്, ഇതിങ്ങനെ ചുരണ്ടി കത്തി വെച്ച് കൈകൊണ്ടും വേണമെങ്കിൽ എടുക്കാം. കൈകൊണ്ടും ഇങ്ങനെ തൊലിച്ച് മൊത്തം കളയണം. പിന്നെ എന്നിട്ട് വെള്ളയാവണം, നല്ല വെള്ളയാവുന്നത് വരെ. ഇത് കണ്ട ഇതെല്ലാം അങ്ങ് ഇളക്കി കളയണം. എന്നിട്ട് നന്നായിട്ട് കണ്ട ഇതെല്ലാം ഇളക്കി നല്ല വെള്ള കളറാവും. അത് പിടിച്ച ഉടനെ വരുമല്ലോ. ഒന്ന് പിന്നെ കത്തി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി, ഒന്ന് മാന്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ എടുക്കും. അതെന്താണ്? തലയും അത് നമുക്ക് വേണോ? ആവശ്യമുള്ള അതിനകത്ത് ആവശ്യമില്ലാത്ത മഷി പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തൊരു സൂചി പോലൊരു സാധനം ഉണ്ട്, അത് എടുത്ത് കളയണം. അതെടുക്കാം. ഇതാണോ? സൂചി വന്നില്ല, സൂചി വന്നില്ല, ഒടിഞ്ഞു. കണ്ട കണ്ട ഇത് ഇതല്ലേ? എന്നിട്ട് ഈ കത്തി വെച്ചിട്ട് ഒന്ന് നേരെ ഒന്ന് ഇങ്ങനെ ഒന്ന് നല്ല പരത്തി ഇങ്ങനെ അങ്ങ് എടുക്കണം. എടുത്തിട്ട് കണ്ട ഇതിന്റെ അഴുക്കൊക്കെ കണ്ട അതൊക്കെ ക്ലീൻ ചെയ്യണം. അതൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് ഇപ്പൊ കണ്ട കണ്ട. എന്നിട്ട് താണ്ടെ ഈ തലയുടെ ഇത് ശകലം ഇങ്ങനെ ആയിരിക്കുക, അതുകൊണ്ട് കുഴപ്പം വലുതായിട്ടില്ല. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് എടുക്കും. എടുത്തിട്ട് ഇതിന് അകത്തൊരു സാധനം ഉണ്ട്. അതെന്താ? അതൊരു കണ്ട ഇങ്ങനത്തെ ഒരു സാധനം. അതെന്താണ്? അത് അതിന്റെ ഒരു വേണ്ടാത്ത സാധനമാണ്, കല്ല് പോലത്തെ ഒരു സാധനം. അത് വേണ്ട. പിന്നെ ഇതിനകത്തൊരു മഷി പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് നല്ല പൊട്ടിച്ചു വിടണം. കണ്ട കണ്ട ഇത് അത് വേണ്ട. അത് നല്ല ഞെക്കി എടുത്ത് കളയുമ്പോ അങ്ങ് വൃത്തിയാവും. എന്നിട്ട് അതും കഴുകിയെടുക്കണം, അത്രേ ഉള്ളൂ അല്ലേ? കാണിച്ചു തരാം. ഈ സാധനം വേണ്ട. ഇതാകുമ്പോ കണ്ട നല്ല മഷി പോലെ കണ്ട, അത് വേണ്ട. എന്നിട്ട് ഇതും ഇപ്പം വൃത്തിയായത് കണ്ട. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇതാക്കിയ തൊലിയും കൂടെ അങ്ങ് എടുത്ത് എന്നിട്ട് അങ്ങ് ഇട്ടാ മതി. ഒന്നുകൂടെ കഴുകിയിട്ട് പിന്നെ അതിന് ഒന്നുകൂടെ അല്ല, ഒത്തിരി വെള്ളത്തിൽ കാണണം. ഇനി അടുത്തതും കൂടെ വൃത്തിയാക്കിയിട്ട് ബാക്കി അത് കട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. കട്ട് ചെയ്യുന്നത് ഇങ്ങനെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ വട്ടത്തിനരിയും, ചിലർ അല്ലാതെ കീറിയിട്ട് അരിയും. ഞാൻ ഇതേപോലെ അരിയുന്നത്, കാരണം ഇച്ചിരി വേവുണ്ട് ഇതിന്. കുറച്ച് വെന്താലേ മാത്രമേ അത് കൊള്ളാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടണം അല്ലേ? ചെറുതായിട്ടാകുമ്പോഴത്തേക്ക് എല്ലാം മുളകും എല്ലാം അല്ലെങ്കിൽ നമ്മൾ തോരന് ചെറുതായിട്ട് കിടക്കുന്നത് തന്നെയാ നല്ലത്. ചിലര് വട്ടത്തിനരിയും, വട്ടത്തിന്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ. അല്ല, തോരൻ വെക്കാനും വട്ടത്തിനരിയും. അത് ശരി. കറി വെക്കാനും അരിയും. എന്റെ കണവ തോരനെ പറ്റിയിട്ടുള്ള മമ്മിയുടെ അഭിപ്രായം എന്തുവാ? ചിരിക്കുന്നേ എന്റെ കണവാത്തോരനെ പറ്റില്ല. ഞാൻ ആദ്യം വെക്കട്ടെ, എന്നിട്ട് കൂട്ടിയിട്ട്. ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട്, അന്ന് ഞാൻ കൂട്ടിയില്ലായിരുന്നു. സൂപ്പറായിട്ട് നാസില കണവത്തോരൻ വെക്കും. പക്ഷെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ നാസിലായ നോക്കണ്ട, ക്ലീൻ ചെയ്യാൻ അറിയില്ലെന്നും അല്ല, ഞാൻ ചെയ്യത്തു. കൈ വാട എടുക്കും.
അതാ പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ വെച്ച എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നല്ലതാ, നല്ല അടിപൊളിയായിട്ട്. നേരത്തെ ചിരിച്ചത് ചിരിച്ചത് മീൻ കഴുകാൻ നിനക്ക് അറിയത്തില്ല, അതുകൊണ്ടാ ചിരിച്ചേ. പക്ഷെ ഞാൻ കഴിപ്പിക്കുന്നുണ്ട്. അടുത്ത ഒരു വീഡിയോയില് മീൻ നാസില കടുന്നതായിട്ട് കാണിക്കും. ഇതിപ്പോ ഞാനിത് അങ്ങ് കട്ട് ചെയ്താൽ കൊടുക്കത്തേ ഉള്ളു, ആള് വെച്ചോളും. അങ്ങനെ നമ്മൾ കണവയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ദാ ഈ ഒരു വലിപ്പത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി, പച്ചമുളക്, കുരുമുളക് കുറച്ച് കൂടുതൽ വേണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വേണം. ഇത് കൂടാതെ തേങ്ങ വേണം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും, ചെറിയ ജീരകമാണ്. പിന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ കുരുമുളകും ഉപ്പും കൂടെ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ജീരകവും എല്ലാം കൂടി ഇട്ടൊന്ന് ചതച്ചതാ ഈ ഒരു പരുവത്തിന് നമ്മൾ ഒരു അരപ്പുണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വളരെ കുറച്ച് വെള്ളമേ അതിലേക്ക് ഒഴിക്കാവൂ. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം അങ്ങോട്ട് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു അരപ്പ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി. എന്നിട്ട് ഈ ഒരു അരപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണവ കട്ട് ചെയ്ത് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിള വന്നിട്ടുണ്ട്. അങ്ങനെ ഈ അരപ്പിൽ ഒന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് ഈ കണവ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം അത് തുറക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ തിള വരുന്ന കാണാം. ആ സമയത്ത് ബാക്കി ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണവ തോരൻ സെറ്റായിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവണ്ട. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള കണവ തോരൻ റെഡിയായി. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി കണവ തോരൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.